ഞാൻ ഇപ്പൊ ചെയ്തിരിക്കുന്നത് വീട്ടില് കട്ടാക്കണ്ട വീട്ടിലൊരു ടി വി യൂണിറ്റ് അടിച്ചിട്ടുണ്ട്. ടി വി യൂണിറ്റ് പറഞ്ഞാൽ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് അടിച്ചാണ്. എല്ലാവരും അടിക്കുന്നത് സാധാരണ അടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വയറെല്ലാം കാണും. എന്നാൽ ഇതില് പ്രത്യേകത പറയുന്നത് വയർ ഒന്നും കാണില്ല, മൊത്തം ക്രോസിംഗ് ആണ്. ഇപ്പൊ ടി വി ഇപ്പൊ നിൽക്കണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. ചെയ്യുമ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു, എന്നാലും ഞാനും എൻ്റെ ചേട്ടനും കൂടിയിട്ട് ചെയ്ത വർക്കാണിത്. ഇതിങ്ങനെ ഈ കോൺ പേപ്പർ അടിച്ചിട്ട് നമ്മൾ ഒരു തിയേറ്ററിൽ കിട്ടുന്ന എഫക്റ്റ് ആയിട്ട്. ഇത് വന്നിട്ട് ഡോറല്ല, 2 സബ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സബ്, ഇവിടെ ഒരു സബ്. ഇതൊരു ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയർ വന്നിട്ട് മറ്റേ പൊള്ളാച്ചിന്ന് എടുത്താണ്, ബിസ്മി ഓഡിയോ. പിന്നെ ഈ നമ്മുടെ ഈ കോണ് കണ്ട, ഈ കോണ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. പിന്നെ ഈ ടി വി ഉള്ള ഇതിനുള്ള സ്പേസ്, അതിനുള്ള എല്ലാ വയറും ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് എടുത്തിട്ടുണ്ട്. ആ കട്ടിങ് എന്തിനാണ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് വെക്കുന്ന സമയത്ത് ഒരു ടി വിയുടെ ബാക്കിൽ വരുന്ന ഗ്യാപ്പ് ആൻഡ് സ്പേസ് അങ്ങനെ ഒന്നും കാണില്ല. ഇത് നേരത്തെ ഒരു മറ്റേ സോണിന്റെ ഇതുണ്ടായിരുന്നു, ഹോം തിയേറ്ററിൽ ഉള്ളതായിരുന്നു. അതും നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ വെക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വെക്കുന്നത്. ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് എന്താണ് പറഞ്ഞാൽ അത് വെളിയിലേക്ക് ചാടാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അതും അകത്തോട്ടാണ് വെച്ചിരിക്കുന്നത്. സ്പൂണും വെച്ചില്ല, വെറുതെ ഒരു ലോക്കിൽ കറക്റ്റ് ഫിറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൽ വന്നിട്ട് ഇവിടെയായിരുന്നു നേരത്തെ സ്വിച്ച് ഉണ്ടായിരുന്നത്, അത് സ്വിച്ച് നമ്മൾ മേലേക്കാക്കിയിട്ടുണ്ട്. പിന്നെ ടി വിയുടെ ഓണും ഓഫ് എല്ലാം മേലേക്കാണ്. പെട്ടെന്ന് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ സ്വിച്ച് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. ഫാനിന്റെ സ്വിച്ചും അങ്ങനെയാണ്. ഫാന് വന്നിട്ട് ഇത് വെച്ചിട്ടുണ്ട്, മറ്റേ റിമോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ചാർജ് എന്തെങ്കിലും കുത്തുകയാണെങ്കിലും പോലും നമ്മൾ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, സോഫറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്. ഇതാണ് നേരത്തെ ഉണ്ടായിരുന്ന സോണിയുടെ പിന്നെ ഹോം തിയേറ്റർ. ഇത് മറ്റേ സെൻട്രൽ സ്പീക്കർ, അതും ഇതേപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് മറ്റേ ടാറ്റ സ്കൈയുടെ ഇത് സെറ്റപ്പ് ബോക്സും, അത് നമ്മൾ ഉള്ളിലോട്ടാണ് വെച്ചിരിക്കുന്നത്. ഇല്ല പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇവിടെ വെളിയിലായിരിക്കും വെക്കുന്നത്. അതുകൊണ്ട് എല്ലാം അകത്തോട്ട് ഇങ്ങനെ പൊതുവെ ആരും ചെയ്യാറില്ല. പിന്നെ ഇതിന്റെ ഡെപ്ത് കൂട്ടിരിക്കുന്നത് കൊണ്ട് പറഞ്ഞാൽ നമുക്ക് ഈ ആംപ്ലിഫയർ ഇതിന്റെ അകത്ത് കയറണം, അതുകൊണ്ടാണ് ഡെപ്ത് കൂട്ടിരിക്കുന്നത്. ഡെപ്ത് കൂട്ടിരിക്കുന്ന ഒരുപാട് കയറും പറഞ്ഞപ്പോൾ ഇതിന് ചെറിയൊരു കവർ കൊടുത്തിരിക്കുന്നത്. ഇത് ചെയ്തിട്ട് ഒരു 4-5 വർഷം ആയിട്ടുണ്ട്. പറഞ്ഞാൽ മറ്റേ 5.1 തിയേറ്ററിൽ കിട്ടുന്ന എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് ചെറിയൊരു സാമ്പിൾ വെച്ചാണ് ചെയ്യാം. നമ്മുടെ 5.1 സ്പീക്കർ ഉണ്ട്. ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, അങ്ങനെ പിന്നെ ബാക്കില് അങ്ങനെയുള്ള സൗണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കോപ്പിറൈറ്റ് വരുമെന്ന് അറിയില്ല, എന്നാലും ചെറുതായിട്ട് വരിക. ഇത് ഹെഡ്ഫോണിൽ കേട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് ഉള്ള എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ ഗൂഗിൾ, ഇത്ര പ്രത്യേകത കൊണ്ട് ഞാൻ മറ്റേ ഓക്കെ ഗൂഗിൾ ഉണ്ട്, അത് ഇറങ്ങിയ ടൈമിൽ എടുത്തതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ ഗൂഗിൾ, ഡോൾബി അറ്റ്മോസ് സൗണ്ട് വീഡിയോ. ഇതൊന്ന് ചെക്ക് ചെയ്തേക്കാം. Wow.